എല്ലാവർക്കും നമസ്കാരം. കുറച്ച് നാളായിട്ട് ഞാൻ ഈ ഒരു ചാനൽ ഇതുപോലുള്ള ഇൻഫർമേഷൻ വീഡിയോസ് ചെയ്തിരുന്നില്ല. അപ്പോൾ അതിന് വളരെ പേഴ്സണൽ ആയിട്ടുള്ളൊരു കാരണമുണ്ട്. ഞാൻ PR-നൊക്കെ അപ്ലൈ ചെയ്തിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതിനൊരു സ്ക്രൂട്ടനൈസിംഗ് ഒക്കെ വരാനായിട്ടുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഒന്ന് സൈലൻ്റ് ആയിട്ടിരുന്നു എന്നുള്ളത് മാത്രം. ഇപ്പോൾ എനിക്കിവിടെ പെർമനൻറ്റ് റെസിഡൻസി ഒക്കെ ആയിക്കഴിഞ്ഞു, ഞങ്ങളിവിടെ സെറ്റിൽ ആയിക്കഴിഞ്ഞു. അപ്പോൾ ഈ ചാനൽ മുന്നോട്ട് ഇതുപോലെ കൊണ്ടുപോകണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും മുന്നേ ചെയ്തതുപോലെ തന്നെയുള്ള സപ്പോർട്ടുകൾ എനിക്ക് തിരിച്ചും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഹോട്ട് ടോപ്പിക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഒരു വിജ്ഞാപനം വന്നിരിക്കുന്നത് പെർമനൻറ്റ് റെസിഡൻസിയെ പറ്റി നിങ്ങളെല്ലാവരും കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. മുന്നോട്ട് ഉള്ള സമയത്ത് അതൊരു 10 കൊല്ലത്തെ കാലാവധിക്ക് ശേഷം മാത്രമേ PR ലഭിക്കുകയുള്ളൂ എന്ന രീതിയിലേക്ക് ആയി വരുന്നുണ്ട്. പക്ഷേ അത് പൂർണ്ണമായും തീരുമാനമോ നിയമമോ ഒന്നും ആയിട്ടില്ല. അതിനെക്കുറിച്ചുള്ള വ്യക്തതയൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. പക്ഷേ എന്നിരുന്നാലും അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് NHS വർക്കേഴ്സിനും അതുപോലെ ഉള്ള ഹയർ സാലറിയിലുള്ളവർക്കും അത് ബാധിക്കില്ല എന്നുള്ളതും അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കൊക്കെ പ്രതീക്ഷയോടെ കാത്തിരിക്കാം അല്ലേ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഉള്ളവർക്ക്, നിലവിൽ ഇവിടെ വന്നവർക്ക്, സാധാരണ ഒരു നിയമം എപ്പോഴും ഇവിടെ പ്രാബല്യത്തിൽ വരുമ്പോൾ ഇവിടെ ഉള്ളവർക്ക് അതിനെ ബാധിക്കപ്പെടാറില്ല. ഇനി മുന്നോട്ട് വരാനിരിക്കുന്നവർക്കായിരിക്കും അത് ബാധിക്കപ്പെടുക. എങ്ങനെയാണ് മുൻകാലങ്ങളിലെല്ലാം ഉണ്ടായിട്ടുള്ളത്, ഇതും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നിലവിൽ 5 കൊല്ലമാണ് PR-ന് വേണ്ടിയിട്ടുള്ള കാലാവധി. അപ്പോൾ പെർമനന്റ് റെസിഡൻസിയെ പറ്റി പറഞ്ഞ സ്ഥിതിക്ക് ഇനി അതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ ചാനൽ നിലവിലെ സാഹചര്യത്തിൽ 5 കൊല്ലമാണ്. ഈ 5 കൊല്ലത്തിൽ ഒരു 12 മന്ത് പീരീഡിനുള്ളിൽ 180 ദിവസം നമ്മൾ ഈ UK-യിൽ നിന്ന് മാറി നിന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് PR-ന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ 5 കൊല്ലത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിവിടെ UK-യിൽ ഉണ്ടായിരുന്നിരിക്കണം, അതും ഒരു വർക്ക് വിസയിലായിരുന്നിരിക്കണം. അതുപോലെ 180 ദിവസത്തിൽ കൂടുതൽ ഒരു 12 മന്ത് പീരീഡിൽ, ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ ഈ UK-യിൽ നിന്ന് മാറി നിന്നവരായിരിക്കരുത്. അതാണ് PR-ന് വേണ്ടിയുള്ള നിലവിലെ ക്രൈറ്റീരിയ. ഇനിയിപ്പോൾ 5 കൊല്ലം എത്തുന്നതിന് ഒരു മാസം മുന്നേ തന്നെ നമുക്ക് PR-ൻ്റെ ആപ്ലിക്കേഷൻ ഇടാനായിട്ടുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. 5 കൊല്ലം ആകുമ്പോൾ തന്നെ ഇടണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമുക്ക് എത്ര ഇപ്പോൾ വിസയുടെ വാലിഡിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടിട്ടാലും അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ആപ്ലിക്കേഷൻ ഇടാനായിട്ടുള്ള ക്രൈറ്റീരിയ സ്റ്റാർട്ട് ആവുന്നത് 5 കൊല്ലം തികയുന്നതിന് ഒരു മാസം മുന്നെയാണ്. ഇനി PR-ന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്? അപ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ലൈഫ് ഇൻ ദ UK എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് അറ്റൻഡ് ചെയ്ത് പാസ്സാവേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ടെസ്റ്റ് UK-യുടെ ഹിസ്റ്ററിയെ പറ്റി പഠിക്കുന്നതിനായിട്ടുള്ള ടെസ്റ്റാണ്. അതിന് പല മെത്തേഡുകളുണ്ട് പഠിക്കുന്നതിന്. ബുക്സ് അവൈലബിൾ ആണ്, വെബ്സൈറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇടാം. കാരണം ഇപ്പോൾ ഇതെല്ലാം കൂടെ പറഞ്ഞ ഈ വീഡിയോ ഒത്തിരി ലെങ്തി ആയിപ്പോൾ, അതുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഉടനെ തന്നെ ആ ഒരു വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് സ്റ്റേ ട്യൂൺ ചെയ്യുക. ഇനി ലൈഫ് ഇൻ ദ UK ടെസ്റ്റിന് നമുക്ക് ചിലവ് വരുന്നത് 50 പൗണ്ടാണ്. നമുക്ക് എത്ര തവണ വേണമെങ്കിലും ആ ടെസ്റ്റ് എഴുതാം. നമ്മൾ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും റീബുക്ക് ചെയ്ത് അത് എഴുതാം. പക്ഷേ അതിന് ടെസ്റ്റ് ഡേറ്റ് കിട്ടുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടാണ്. എല്ലാ സിറ്റികളിലും തന്നെ ടെസ്റ്റ് ഡേറ്റ് അവൈലബിൾ അല്ല. അപ്പോൾ നമ്മുടെ പോസ്റ്റ് കോഡ് അടിച്ചു കൊടുത്താൽ ഏറ്റവും നിയർ ബൈ ആയിട്ടുള്ള സ്ഥലത്ത് എവിടെയാണ് ടെസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് അത് ബുക്ക് ചെയ്തിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇനി അതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ഇൻഡെഫിനിറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ലൈഫ് ഇൻ ദ UK ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് വെക്കാം. ആൻഡ് ഇറ്റ് ഈസ് മാൻഡേറ്ററി ഫോർ എവറിബഡി. നേഴ്സ് ആയിക്കോട്ടെ, മറ്റെന്ത് ഉള്ളവരും ആയിക്കോട്ടെ. പക്ഷേ PR-ന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ലൈഫ് ഇൻ ദ UK ടെസ്റ്റ് നമ്മൾ നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്തിരിക്കണം. ഇനി അടുത്ത ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നഴ്സസ് അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് ടെസ്റ്റ് എഴുതി ഇവിടെ വന്നിട്ടുള്ളവർക്ക് ഈ ഒരു ടെസ്റ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇംഗ്ലീഷ് ടെസ്റ്റ് എഴുതാതെ ഡിപ്പെൻഡൻറ്റ് വിസയിൽ ഇവിടെ കയറി വന്നിട്ടുള്ളവർക്ക് ബേസിക് ആയിട്ടുള്ളൊരു ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി പ്രൂവ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പോൾ അവർക്ക് ഒരു B1 ലെവൽ ഇംഗ്ലീഷ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അതിന് ചാർജസ് വരുന്നത് 150 പൗണ്ടാണ്. അതിൻ്റെ വാലിഡിറ്റി 2 ഇയർ ആണുള്ളത്. ആ ഒരു ടെസ്റ്റും കൂടെ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. തീർച്ചയായിട്ടും സ്റ്റേ ട്യൂൺ ചെയ്യുക. ഇനി ഈ 2 ടെസ്റ്റുകളും പാസ്സായി കഴിഞ്ഞാൽ പിന്നീട് എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ UK-യുടെ വെബ്സൈറ്റ് വഴി. അപ്പോൾ അതിൻ്റെ വെബ്സൈറ്റും എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഇടേണ്ടത് എന്നതിനെക്കുറിച്ചും തീർച്ചയായിട്ടൊരു വീഡിയോ വരുന്നതായിരിക്കും. വഴി നമ്മുടെ ആപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യുക. അപ്പോൾ അതിൽ നമ്മുടെ ഹിസ്റ്ററി മൊത്തമായിട്ട് തന്നെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഏതെല്ലാം കൺട്രികളിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്, എത്ര നാൾ അവിടെയെല്ലാം സ്റ്റേ ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള എല്ലാത്തരം ഹിസ്റ്ററികളും, പിന്നെ നമ്മുടെ എല്ലാ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം തന്നെ നമ്മൾ മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മുടെ സാലറി, അങ്ങനെയുള്ള സ്റ്റാറ്റസുകൾ, അതുപോലെ സ്പൗസ് അവരിവിടെ വന്ന സമയം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആ ഒരു ആപ്ലിക്കേഷനിൽ നമ്മൾ മെൻഷൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യാം. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്നുള്ളത് കുറച്ച് ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ BRP, അപ്പോൾ PRP വാലിഡ് അല്ലെങ്കിൽ അത് റിന്യൂ ചെയ്യാനായിട്ട് നമുക്കൊരു 19 പൗണ്ട്സ് കൊടുത്താൽ അത് റിന്യൂ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അത് ചെയ്യാം. BRP അതുപോലെ വാലിഡ് ആയിട്ടുള്ള പാസ്പോർട്ട് വേണം. നമ്മുടെ വിസയുടെ ഒരു ഷെയർ കോഡ് ആവശ്യമുണ്ട്. പിന്നെ നമ്മുടെ സാലറി കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ 3 മന്ത്സിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ അവർ നമ്മുടെ സാലറി വരുന്ന അക്കൗണ്ട് അവർ വെരിഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ കുറച്ച് നാളത്തേക്ക് നിർത്തിവെച്ചത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. പിന്നെ നമ്മുടെ ഒരു അഡ്രസ് പ്രൂഫ്, അത് എന്ത് വേണമെങ്കിലും ആകാം. യൂട്ടിലിറ്റി ബിൽസ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ആകാം.
അങ്ങനെ അഡ്രസ്സിനായിട്ടുള്ളൊരു പ്രൂഫും പിന്നെ നമ്മുടെ ഫോട്ടോഗ്രാഫ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സ്കാൻ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ഇനി വേറൊരു ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് നമുക്ക് വേണ്ടത് നമ്മുടെ എംപ്ലോയറുടെ കയ്യിൽ നിന്നുള്ള ഒരു ലെറ്ററാണ്. അത് നമ്മുടെ COS പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു ലെറ്റർ എന്ന് പറയുന്നത്. കാരണം നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്നും നമ്മുടെ പോസ്റ്റ് എന്താണെന്നുള്ളത്, നമ്മുടെ കൃത്യമായിട്ടുള്ള സാലറി എത്രയാണെന്നുള്ളത്, ആ സാലറിയുടേതായിട്ടുള്ളൊരു കോഡുണ്ട്, അത് അവർക്ക് കൃത്യമായിട്ട് അറിയാം HR-ൽ നിന്ന്. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷന് വേണ്ടി ആ ഒരു ലെറ്ററിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ അവരുടെ അടുത്ത് പറയണം കൃത്യമായിട്ടുള്ള സാലറി കോഡ് ഇട്ട് തരണമെന്ന് പറയണം. അതുപോലെ തന്നെ നമുക്ക് നമ്മൾ എത്ര നാൾ ലീവ് എടുത്തു, ഇപ്പം നേരത്തെ ഞാൻ മെൻഷൻ ചെയ്തിരുന്നല്ലോ 180 ദിവസത്തിൽ കൂടുതൽ നമ്മൾ UK-യിൽ നിന്ന് മാറി നിൽക്കരുത്. അപ്പോൾ നമ്മൾ എത്ര നാൾ ലീവ് എടുത്തു എന്നും ആ ലീവ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ലീവാണ് നമ്മൾ എടുത്തത് എന്നും അവർ മെൻഷൻ ചെയ്ത് എഴുതി തരുന്ന ഒരു ലെറ്റർ നമുക്ക് തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. അത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ്, നമ്മുടെ COS പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് PR-ന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷേ അത് നമ്മുടെ HR-ൻ്റെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ HR ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആ ലെറ്റർ നമുക്ക് ഇഷ്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ പാസ്പോർട്ട് എന്ന് പറയുമ്പോൾ പാസ്പോർട്ടിൻ്റെ എല്ലാ പേജുകളും നമ്മൾ സ്കാൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം അവർക്ക് അത് വെരിഫൈ ചെയ്യണം നമ്മൾ ഏതെല്ലാം കൺട്രിയിൽ എത്ര നാൾ താമസിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ സ്കാനിങ് ഒക്കെ കുറച്ചധികം സമയം എടുക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് തന്നെ സ്കാൻ ചെയ്യാം, പക്ഷേ നല്ല ക്ലിയർ കോപ്പി ആയിട്ട് നമ്മൾ സ്കാൻ ചെയ്യണം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ PR ആപ്ലിക്കേഷൻ ഇട്ട് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് കിട്ടും. നമുക്കതിൽ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ്സ്, ഇപ്പോൾ നമ്മൾ BRPക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഫിംഗർ പ്രിൻറ്റ്സും അതുപോലെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പോകാറില്ല, അതുപോലെ തന്നെ ചെല്ലേണ്ട സ്ഥലത്തെക്കുറിച്ച് നമുക്കൊരു വെബ്സൈറ്റും അഡ്രസ്സും എല്ലാം കിട്ടും. അവർ തന്നെ വേണമെങ്കിൽ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് സ്കാൻ ചെയ്ത് തരും. അപ്പോൾ അതിന് നമ്മളൊരു £50 എക്സ്ട്രാ ചാർജസ് അവർക്ക് പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി എത്ര നാളാണ് എടുക്കുക? 6 months ആണ് കാലാവധി അതിന് വേണ്ടി പറയുന്നത്. പക്ഷേ ഒരു 2 months 3 monthsനൊക്കെ ഉള്ളിൽ മിക്കവാറും എല്ലാവർക്കും തന്നെ കിട്ടാറുണ്ട്. എനിക്കൊരു 2 മാസവും 2.5 മാസത്തോളം എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് PR ലഭിച്ചത്. ഇനി അതിന് വേണ്ടിയിട്ടുള്ള ചാർജസ് എന്ന് പറയുന്നത് ഇപ്പം നിലവിലെ ചാർജസ് ഓരോ സമയം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ 4 മാസം മുന്നേ ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ £2,885 ഞാൻ കൊടുത്തത്. പക്ഷേ ഇപ്പോൾ £3,029. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു സമയത്തെ ഫീസ് അനുസരിച്ചിരിക്കും. എപ്പോഴും തന്നെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫീസാണ് ഈ PR-ൻ്റെ ചാർജസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. എലിജിബിലിറ്റി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി വെയിറ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. ഇപ്പോൾ ഈ £3,029 എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ചാർജസ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കാലാവധി പറയുന്നത് ഡിസിഷൻ വിത്തിൻ 6 months ടൈം പീരീഡ് എന്നുള്ളതാണ്. എന്നാലും 2-3 monthsനുള്ളിൽ തന്നെ മിക്കവാറും എല്ലാവർക്കും കിട്ടാറുണ്ട്. ഇനി ഒരു നമ്മൾ £500 ഒരു £500 കൂടെ എക്സ്ട്രാ പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിത്തിൻ 5 daysനുള്ളിൽ ഡിസിഷൻ വരുമെന്നാണ് അപ്പോൾ അവർ പറയുന്നത്. പക്ഷേ അതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമുക്ക് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം പക്ക ആയിരിക്കണം. അപ്പോൾ അതിലെന്തെങ്കിലും അവർക്ക് കൺഫ്യൂഷനൊക്കെ വരുവാണെങ്കിൽ നമ്മൾ £500 എക്സ്ട്രാ കൊടുത്തെന്ന് പറഞ്ഞാലും വീണ്ടും ഡിസിഷൻ വരാൻ ലേറ്റ് ആയിട്ടുള്ളവരുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് കിട്ടണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള ഡോക്യുമെൻറ്റ്സും അതുപോലെ ആപ്ലിക്കേഷൻ ഇടുമ്പോൾ നമ്മൾ ട്രാവൽ ചെയ്തിരിക്കുന്ന കൺട്രി അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് PR-നെ പറ്റി നമ്മൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി PR വരുമ്പോഴെങ്ങനെയാണെന്ന് നമുക്ക് വിസയൊക്കെ വന്ന പോലെ തന്നെ ഒരു മെയിലാണ് നമുക്ക് വരുന്നത്. അതിൻ്റെ PR-ൻ്റെ സ്റ്റാറ്റസ് നമുക്ക് ഓൺലൈനിൽ കയറി ചെക്ക് ചെയ്യാം. വിസ പോലെ തന്നെ നമുക്കൊരു ഷെയർ കോഡ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിലാണ് ബേസിക് ആയിട്ടുള്ള PR-ൻ്റെ ഇൻഫർമേഷൻ. ഇനിയിപ്പോൾ PR-ന് എഴുതേണ്ടതായിട്ടുള്ള ടെസ്റ്റുകളും അതിൻ്റെ ആപ്ലിക്കേഷൻ ഇടേണ്ട രീതിയെക്കുറിച്ചും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ ചാനലിനെ വീണ്ടും സപ്പോർട്ട് ചെയ്യുക, സ്റ്റേ ട്യൂൺഡ് ആയിട്ടിരിക്കുക. അപ്പോൾ ഇതിൽ സബ്സ്ക്രൈബേഴ്സ് കുറേ പേരൊക്കെ ചിലപ്പോൾ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ പോയി കാണും, അവർക്കൊന്നും ഈ വീഡിയോസിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ നിലവിൽ UK-യിൽ സ്റ്റേ ചെയ്യുന്നവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വിഷയത്തെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എനിക്കറിയാവുന്ന രീതിയിൽ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് വീഡിയോ ഇടാനായിട്ട് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. താങ്ക് യു.